ആദം ദൈവത്തിൻ്റെ മകനെന്ന് വചനം പറയുന്നതിലൂടെ ദൈവവചനം പറയുന്നു സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അതിൽ ജാതി, വർഗ, വർണ്ണ, ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. യഹൂദ, യവന വേർതിരിവുകളില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. നമുക്കറിയാം, സാധാരണയായി പുത്രത്വം ലഭിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, കുടുംബത്തിൽ ജനിക്കുന്നതിലൂടെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് എത്തുകയാണ്. രണ്ടാമത്, നിയമപരമായ ദത്തെടുപ്പിലൂടെ ഒരു കുഞ്ഞ് പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് എത്തുകയാണ്. സ്നേഹിതരെ, ഓർപ്പിക്കട്ടെ, നമ്മൾ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന നാമധേയ പേരുള്ളത് കൊണ്ട് ദൈവപൈതൽ ആകണം എന്ന് നിർബന്ധമില്ല. വചനം പഠിപ്പിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അവകാശം കൊടുത്തിരിക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവമക്കളെന്ന പദവിയിലേക്ക് എത്തുന്നത്? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരാൾ ദൈവ പൈതലായി തീരുന്നത്. അങ്ങനെ ദൈവിക കുടുംബത്തിൻ്റെ അംഗമായി കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ ഓർക്കുക, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ദൈവ കുടുംബത്തിൻ്റെ അംഗമായി തീരുന്ന ഒരു വ്യക്തി ദാസനല്ല, അവിടുന്ന് പുത്രനാണ്, മകനാണ്, മകളാണ്. ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവമകൻ ദൈവമകളെന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും, ദൈവിക കുടുംബത്തിൻ്റെ എല്ലാ ആശീർവാദങ്ങളും പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.